കരുവന്നൂർ കള്ളപ്പണക്കേസിൽ 32 കോടി രൂപയുടെ സ്വത്തുവകകൾ കൂടി ഉടൻ കണ്ടുകെട്ടും. രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പ് പ്രൊവിഷണൽ ഓർഡർ ഓഫ് അറ്റാച്ച്മെന്റ് പുറത്തിറക്കും. കേസിലെ പ്രതികളുടെ 108 കോടി രൂപയുടെ സ്വത്തുവകകൾ ഇതുവരെ ഇഡി കണ്ടുകെട്ടിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, വളരെയധികം നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് ഈ ഒരു കേസ് വഴിമാറുന്നത്. ഒപ്പം തന്നെ കൃത്യമായൊരു നടപടിക്രമങ്ങൾ ഇഡിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ഇനിയും സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള ഒരു സാഹചര്യമുണ്ട്. എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, നിലവിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് 118 കോടി രൂപയുടെ സ്വത്തുവകകൾ ഇതിനോടകം തന്നെ കണ്ടുകെട്ടിയിരുന്നു. ഇതിന് പുറമെയാണ് ഇപ്പോൾ 32 കോടിയുടെ സ്വത്തുവകകൾ കൂടി കണ്ടുകെട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ കണ്ടുകെട്ടുന്നതെല്ലാം തന്നെ ലേലം ചെയ്ത് ആ തുക ഇപ്പോൾ ഇവിടെ നിക്ഷേപകരും മറ്റും വഞ്ചിക്കപ്പെട്ട നിരവധി പേരുണ്ട്, അവർക്ക് വീതിച്ച് നൽകുക എന്നതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ആ രീതിയിൽ കണ്ടുകെട്ടുമ്പോൾ ഇത്തരത്തിൽ ഈ സ്വത്തുവകകൾ കണ്ടുകെട്ടുന്നത് സംബന്ധിച്ചുള്ള എല്ലാ അനുകൂലമായ നടപടികളും ഇല്ലെങ്കിൽ അതിനുള്ള എല്ലാ അനുമതിയും വാങ്ങിക്കൊണ്ട് തന്നെയാണ് ഇഡി മുന്നോട്ട് പോകുന്നത്. അത്തരത്തിൽ സ്വത്തുവകകൾ കണ്ടുകെട്ടുമ്പോൾ ഇതുവരെ കണ്ടുകെട്ടിയ 118 കോടി രൂപയിൽ അതിൽ ഏറ്റവും പ്രധാനമായും ആദ്യം 30 കോടി രൂപ കണ്ടുകെട്ടിയത് ഈ കേസിലെ ഒന്നാം പ്രതിയായ ബിജോയിയുടേതായിരുന്നു. അതിനുശേഷമാണ് 88 കോടി രൂപയുടെ കൂടി സ്വത്തുവകകൾ കണ്ടെത്തിയത്. ഇത്തരത്തിൽ കണ്ടുകെട്ടിയ ഈ സ്വത്തുവകകൾ വിറ്റ് അതിൻ്റെ പണം തങ്ങളുടെ നിക്ഷേപം നഷ്ടപ്പെട്ടതിലൂടെ ഉണ്ടായ നഷ്ടം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടും കലൂർ കോടതിയിൽ ഇത്തരത്തിൽ നിക്ഷേപകർ സമീപിച്ചിരുന്നു. അത് സംബന്ധിച്ച കേസ് പരിഗണനയിലും നിൽക്കുകയാണ്. എന്നാൽ അത്തരത്തിൽ ലേലം ചെയ്ത് വിറ്റുകൊണ്ട് അതിൻ്റെ നഷ്ടപരിഹാരം വിതരണം ചെയ്യുന്നതിൽ പ്രശ്നമില്ല എന്ന രീതിയിലുള്ള നിയമ അഭിപ്രായങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് കൂടുതൽ സ്വത്തുവകകൾ കണ്ടുകെട്ടിക്കൊണ്ടുള്ള നടപടിയിലേക്ക് പോകുന്നത്. ഇത്തരത്തിൽ കണ്ടുകെട്ടുമ്പോൾ അത് 4 കോടി രൂപ വരെയുള്ള വായ്പ തട്ടിപ്പുകൾ നടത്തിയവരുടേതാണ് ആദ്യം ലിസ്റ്റ് ചെയ്തിരുന്നത്. അത്തരത്തിൽ ആ ലിസ്റ്റ് ചെയ്ത പട്ടികയിലുള്ളവരുടേത് കണ്ടുകെട്ടി തുടർന്ന് അതിന് മേലിലുള്ളവരുടെയും മറ്റുള്ളവരുടെയും ഇതിൽ തട്ടിപ്പിന്റെ ഭാഗമായി നിന്നവരുടെ എല്ലാം തന്നെ സ്വത്തുവകകൾ കണ്ടുകെട്ടുന്ന നടപടികളിലേക്കാണ് പോകുന്നത്. ആദ്യത്തെ പ്രതി പട്ടികയിലും 4 കോടി രൂപ വരെയുള്ള സാമ്പത്തിക തട്ടിപ്പിലെ വായ്പാ തട്ടിപ്പ് നടത്തിയവരായിരുന്നു ഉൾപ്പെട്ടിരുന്നത്. ഈ രീതിയിൽ കൃത്യമായും ഇഡിയുടെ നടപടി പോകുന്നത് തന്നെയാണ് വഞ്ചനയ്ക്ക് ഇരയായ സാധാരണക്കാരായ അവിടുത്തെ നിക്ഷേപകരുടെ ഏറ്റവും വലിയ ആശ്വാസവും ഏതെങ്കിലും തരത്തിൽ ഈ പണം തിരിച്ചു കിട്ടാനുള്ള ഒരു സാധ്യതയിലേക്ക് വഴിതെളിക്കുന്നതും ഇഡിയുടെ ഇത്തരം നടപടികളും നിയമപരമായ ഇത്തരം കൃത്യമായ അന്വേഷണവും മറ്റുമാണ്. അത് നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരവുമാണ്. അത്തരത്തിൽ പണം തിരികെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നവർ കൂടുതൽ പേർ ഇനിയും ഇത് ലേലം ചെയ്തുകൊണ്ട് തന്റെ നഷ്ടം പരിഹരിക്കണം എന്ന ആവശ്യവുമായി കോടതിയെ സമീപിക്കുമെന്നുമാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. വിഷ്ണു, സുധീഷ, മറ്റൊരു കാര്യം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം എം വർഗീസിന് ഇഡി നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ എം വർഗീസ് ഈ ഒരു കേസുമായി അല്ലെങ്കിൽ അന്വേഷണവുമായി സഹകരിക്കാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായൊരു നടപടിയിലേക്ക് ഇഡി കടക്കുമെന്നല്ലേ കരുതേണ്ടത്? വിഷ്ണു, എം വർഗീസ് 1-2 തവണ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നെങ്കിൽ കൂടിയും അപ്പോൾ തന്നെ ഇഡിയുടെ ചോദ്യങ്ങൾക്കും മറ്റും കൃത്യമായ മറുപടികൾ നൽകാതെ ഇല്ലെങ്കിൽ CPMന്റെ രഹസ്യ അക്കൗണ്ടുകൾ അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച ഒരു വിവരങ്ങളും പുറത്തുവിടാത്ത രീതിയിൽ ഈ അന്വേഷണത്തെ അട്ടിമറിക്കുന്ന ഇല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായ മുന്നോട്ട് പോക്കിന് തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള സമീപനങ്ങളായിരുന്നു സ്വീകരിച്ചത്. അതിനുശേഷമാണ് തെരഞ്ഞെടുപ്പ് കഴിയും വരെ ഹാജരാവാൻ കഴിയില്ല എന്നറിയിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഇപ്പോൾ മെയ് 1 വിളിക്കുമ്പോൾ അത് മെയ് ദിനമാണ്, തൊഴിലാളി ദിനമായതുകൊണ്ട് ഹാജരാകാൻ കഴിയില്ല. ഇങ്ങനെ പല ഒഴിവുകഴിവുകൾ പറഞ്ഞുകൊണ്ട് ഈ ചോദ്യം ചെയ്യലിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കാനുള്ള ഒരു സമീപനം തന്നെയാണ് CPM ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ വർഗീസിനെതിരെ കൂടുതൽ കർശനമായ നടപടിയിലേക്ക് ഇല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള രീതിയിലേക്ക് ഇല്ലെങ്കിൽ ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്തതുപോലെ അവിടേക്ക് ചെന്ന് ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അത്തരത്തിൽ കൃത്യമായും ഇതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നതിന് എം വർഗീസിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ആരായേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി വ്യക്തമായെങ്കിൽ മാത്രമേ ഇതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോവുകയുള്ളൂ. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ആദായ നികുതി വകുപ്പിനും മറ്റും നൽകിയ വിവരങ്ങളിൽ പോലും മറച്ചു വെച്ച അക്കൗണ്ടുകൾ CPMനുണ്ട് എന്നത് ഇഡിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വിവരങ്ങൾ കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകുന്നതിന് വിവിധ ഏജൻസികൾ കേന്ദ്ര ഏജൻസികൾ സംയുക്തമായ ഒരു അന്വേഷണം കൂടി ഇല്ലെങ്കിൽ അവർ യോജിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിന് കൂടി തയ്യാറെടുത്തത്. ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ തന്നെ ഇഡി ചോദിക്കുമ്പോൾ ഇത് ആദായ നികുതി വകുപ്പിന് ഇതിൻ്റെ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്, മറ്റു വിവരങ്ങൾ നൽകേണ്ടതില്ല എന്ന ചില സമീപനങ്ങൾ
എക്സാലോജിക്കുമായും മറ്റും വന്നിരുന്നു. അത്തരത്തിലുള്ള ഒരു ഇടപെടൽ വരാതിരിക്കാനുള്ള നീക്കങ്ങളും ഇ ഡിയുടെ പരിഗണനയിലുണ്ട്. ആ രീതിയിലെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ വർഗീസിനെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിനുള്ള കർശന നടപടികളിലേക്ക് വരും ദിവസങ്ങളിൽ ഇ ഡി നീങ്ങും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. വിഷ്ണു, വ്യക്തമാണ്. സുധീഷ് ഗോപാലാണ് കൊച്ചിയിൽ നിന്ന് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.